കാൽബോണികളാ. അപ്പൊ ഇന്നത്തെ വിഷയം രേണുസുതി തന്നെ 7 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ എന്റെ സ്വാതന്ത്ര്യം അങ്ങ് വിനിയോഗിച്ചു. ഒരു പരാതി നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് അങ്ങ് അയച്ചു. ഒന്ന് കേരള DGPക്ക്. എല്ലാവർക്കും നമസ്കാരം. രേണുസുതി മിക്കവാറും ജയിലിൽ ശമ്പളം കൂട്ടി കൊടുത്തത് അറിഞ്ഞെന്നാണ് തോന്നുന്നത്. ആ സ്ഥിതിക്ക് അങ്ങോട്ട് പോകാനുള്ള തത്രപ്പാടിലുള്ളതാണോ രേണു? നമുക്ക് അതിലോട്ട് വരാം. അതിനു മുന്നേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സ്നേഹപൂർവ്വം ഞാനൊരു കാര്യം പറയുകയാണ്. കുറേ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്, അതിലെ നീ രേണുസുതി കണ്ടന്റ് ചെയ്യേണ്ടടാ, നിർത്തടാ, മതിയെന്ന്. എന്നാൽ കുറേ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്, അതിലെ നീ പൊളിച്ചടുക്കടാ, വലിച്ചീറി ഒട്ടിക്കടാ, ചെയ്യടാ എന്ന് പറയും. അപ്പൊ ഈ പറയുന്ന രണ്ടുപേരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെ? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് എന്നോട് ഈ ഉപദേശവും തരുന്നത്, എടാ ചെയ്യണ്ടടാ എന്ന് പറയുന്നതും എടാ ചെയ്യടാ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് രണ്ടും കണക്കിലെടുക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, രണ്ടിന്റെയും നടുക്കൂടി. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ രേണുവിന്റെ കണ്ടന്റ് ഞാൻ ചെയ്യുന്നത് കാണാൻ താല്പര്യമില്ലാത്തവർ ഈ കണ്ടന്റ് കാണണ്ട. എന്റെ ചാനലിൽ വേറെയും ഈ കണ്ടന്റുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ആ കണ്ടന്റുകൾ കാണുക. രേണുസുതി റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് കാണാൻ താല്പര്യമുള്ളവർ ഇത് കാണുക. ഏതായാലും രണ്ടുപേരും നെഞ്ചിൽ കുടിയിരിക്കും, അത്രേ ഉള്ളൂ. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അല്ലാണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനോ? കുറെ പേര് പറയും ചെയ്യടാ, കുറെ പേര് പറയും ചെയ്യണ്ടെന്ന്. അപ്പൊ എനിക്ക് രേണുവിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പേര് വീഡിയോസ് അയച്ചു തരും. അവരെയൊക്കെ ഞാൻ എന്തിനാ സങ്കടത്തിൽപ്പെടുത്തുന്നത്? അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കാനാണ് അവർക്ക് ആഗ്രഹമെന്ന്. പിന്നെ കൊച്ചു പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുക്കണ്ടേ, അതുകൊണ്ട് അങ്ങ് സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചാണ്. എന്തായാലും എന്ന് ഞാൻ വിചാരിക്കും, ദൈവമേ ഇതായിരിക്കണം എൻ്റെ ലാസ്റ്റ് രേണുസുതി കണ്ടന്റ്, ഇനി ചെയ്യാനുള്ള ഇടം ഉണ്ടാവരുതെന്ന്. ദോ കടക്കണ അമ്മച്ചിയുടെ മാവുകലോ എന്ന് പറയുന്ന പോലെ വീണ്ടും കണ്ടന്റ് മുഖ്യം വെക്കില്ലേ. അപ്പൊ നിലവിലത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് ഏതോ ഓൺലൈൻ മീഡിയയ്ക്ക് വലിയ രീതിയിൽ വന്ദേ ഭാരതമൊക്കെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചും കൊണ്ട് നമ്മുടെ രാജ്യത്തിനെ തന്നെ അപമാനിച്ചിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ രേണു നീ പെടും. എന്നാൽ ഞാൻ പരാതി കൊടുക്കുന്നില്ല. എന്തിനാ? പോട്ട്, ജീവിച്ചു പോട്ട്, അങ്ങ് എന്തേലും ഞാന്ന് പറഞ്ഞ് പോട്ടെന്ന് വെച്ച്. പക്ഷെ നിനക്കെതിരെ വിഷ്ണു എന്ന് പറയുന്ന ഒരു പയ്യൻ വീഡിയോ അല്ലല്ലോ, സോറി, പരാതി കൊടുത്തിട്ടുണ്ട്. വിഷ്ണു പരാതി കൊടുത്തത് കൊണ്ടായിരിക്കണം വിഷ്ണുവിനെ വളരെയധികം ആനയിച്ച് വിളിച്ചുകൊണ്ട് രേണു ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. എന്തോ ഇനി വിഷ്ണുവിനെ കളിയാക്കിയതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല. എന്തായാലും രേണു ആ കാട്ടിക്കൂട്ടിയ വീഡിയോ നമുക്കൊന്ന് കാണാം. എന്തായാലും ഐശ്വര്യമായിട്ട് വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് മാടി വിളിച്ചുകൊണ്ടുള്ള രേണുവിന്റെ വീഡിയോ തന്നെ ആദ്യം കാണാം. അപ്പൊ എല്ലാ വിഷ്ണുമാരും വന്ന് കമന്റ് ഇട്ടോളി. ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്. എല്ലാ വിഷ്ണു ഒന്നും വന്നില്ല കമന്റ് ഇടാൻ. എന്തായാലും കേസ് കൊടുക്കാൻ ഒരു വിഷ്ണു വന്നിട്ടുണ്ട്. ആ വിഷ്ണുവിനെയാണ് രേണു ഉദ്ദേശിച്ച വിഷ്ണു എന്ന് എനിക്കറിയില്ല. എന്തായാലും കേസ് കൊടുക്കാൻ ഒരു വിഷ്ണു വന്നിട്ടുണ്ട്. കേസ് കൊടുക്കാവുന്ന വിഷ്ണുവാണ് വോൾക്ക് വിത്ത് വിഷ്ണു. ആ വിഷ്ണുവിനെ നമുക്കൊന്ന് കാണാം. ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ എന്റെ സ്വാതന്ത്ര്യം അങ്ങ് വിനിയോഗിച്ചു. ഒരു പരാതി നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് അങ്ങ് അയച്ചു. ഒന്ന് കേരള DGPക്ക്. ഈ 2 പരാതികളിൽ ഞാൻ വ്യക്തമായിട്ട് ആ ബൈറ്റുകളുടെ ലിങ്ക് ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് ആ പരാതിയിൽ പറയുന്നുണ്ട്, രേണുസുതിനെ ഒരു മാധ്യമ പ്രവർത്തകൻ തിരുത്തുന്നുണ്ട്. അത് വന്ദേ മാതരമാണെന്ന് പറഞ്ഞിട്ട് പോലും അവര് ആ തെറ്റി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയും അതുകൂടാതെ വന്ദേ മാതരത്തെ വീണ്ടും വികലമാക്കി പറയുകയും ചെയ്തിട്ടുണ്ട്. സത്യം അതല്ലേ ഞാനും ഇന്നലെ പറഞ്ഞത്. അതായത് രേണു ഒരു വിഡ്ഢിത്തനം, വിവരമില്ലായ്മ വിളിച്ച് ആദ്യം പറഞ്ഞു. എന്നാൽ ആ മാധ്യമ പ്രവർത്തകൻ അതിനെ തിരുത്തി പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ അല്ലെന്ന് പറഞ്ഞപ്പോ അങ്ങനെയല്ല, ഇത് ഇങ്ങനെയും പറയാന്ന് നിനക്ക് തോന്നുന്ന പോലെ പറയാനല്ലേ നമ്മുടെ രാജ്യം ഓരോന്നുണ്ടാക്കി വെച്ചിട്ടുള്ള. അതിനുള്ള ഇൻഡാസാണ് നിനക്ക് തന്നിട്ടുള്ള. രേണു കളിക്കുന്നത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ കളിക്കണം. ഇപ്പോഴും ഞാൻ പറയാണ്, നിന്റെ കുന്തളിപ്പും നിന്റെ നാക്ക്, എല്ലില്ലാത്ത നാക്കുമാണ് നിനക്ക് ശാപം. ഞാൻ വീണ്ടും റിപ്പീറ്റ്ലി പറയുകയാണ്. അത് കാരണമാണ് നീ വീണ്ടും ഓരോ ദിവസം കയറി പോകുന്നത്. മിക്കവാറും ജയിലിന് ശമ്പളം കൂട്ടി കൊടുത്തു എന്ന് പറഞ്ഞത് അറിഞ്ഞെന്നാണ് തോന്നുന്നത് രേണു. അതിനുശേഷം ജയിലിലോട്ട് പോകാനൊരു കൊതി. അവിടെ പോയാൽ ദാസേട്ടൻ കോഴിക്കോടായിട്ട് റീൽ എടുക്കാൻ പറ്റൂല. അതാദ്യം മനസ്സിലാക്കണം. അവിടെ കുടുംബസ്വത്തിൽ നിന്നൊന്നും എഴുതി തരയൊന്നുമില്ല, 7 സെന്റ് വസ്തു ഒന്നും ജയിലിൻ്റെ അകത്തുനിന്ന്. അതുകൊണ്ട് അവിടെ പോയിട്ട് പിന്നെ ജയിൽ കൊള്ളൂല, ജയിൽ പൊരിഞ്ഞളവാണ്, ജയിലിൽ ചാറ്റിലടിക്കിട്, ഇതൊന്നും പറഞ്ഞ് അവിടെ ആരും നിന്നെ പിടിച്ച് വെളിയിലാക്കുക അല്ലെങ്കിൽ പിടിച്ച് സോഫയിലിരുത്തൊന്നും ചെയ്യത്തില്ല. അവിടെ കിടന്ന എൻ്റെ. അതുകൊണ്ട് കുന്തളിപ്പുകളും കുറച്ച് വർത്തമാനങ്ങളും പറയുമ്പോൾ സൂക്ഷിച്ചു പറഞ്ഞില്ലെങ്കിൽ എണ്ണാം ഇരുന്ന്. വർഷം 1 ആയാലും 2 ആയാലും 3 ആയാലും ജാമ്യം പോലും കിട്ടൂല. ജാമ്യമില്ല വകുപ്പിലായിരിക്കും രാജ്യത്തിനെയൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പോകേണ്ടത്.
അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. രേണുസുതി, നിനക്കുള്ള കുഴി നീ തന്നെ തോണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കി വയ്ക്കരുത്. ഒന്നാതെ നാശത്തിന്റെ ഇടയിലാണ് കിടക്കുന്നത്. വീണ്ടും നാശത്തിലേക്കുള്ള പോക്ക് തോണ്ടി തോണ്ടി പോകരുത്. ഈ സൈഡിൽ കൂടെ നിൽക്കുന്ന കുറെ കൂട്ടുകാരികളുണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക്. വിളിച്ചു പറയുന്ന കോപ്രായങ്ങളും ബോധമില്ലായ്മയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്തായാലും അതേ ഉള്ളൂ, ഞാനൊന്നും പറയില്ല. വിഷ്ണു പറ. കൃത്യമായി മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ്, അതായത് അവരെന്താണോ വികലമാക്കി പറഞ്ഞത് അത് തന്നെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ പരാതി എത്തിയിരിക്കുന്നത്. അതെന്തായാലും ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറയത്തില്ല. കാരണം ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാൻ എൻ്റെ രാജ്യത്തിന്റെ ഓരോ സിമ്പിൾസിനെ അത്രത്തോളം ബഹുമാനിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഞാൻ പരാതിയുമായിട്ട് രംഗത്ത് പോയിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇതിപ്പോ എനിക്ക് സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് ഈ യൂട്യൂബ് കൊണ്ട് ജീവിക്കേണ്ട ഗതികേടുമില്ല. ഞാൻ നല്ല അന്തസ്സായിട്ട് ജോലി എടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. കാരണം രേണുവിനെ കുറിച്ച് എന്ത് ചെയ്താലും രേണുവിനെ കുറ്റം പറഞ്ഞ് കഞ്ഞി കുടിക്കുന്നു എന്ന് പറയുന്ന ദരിദ്രവാസികളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ശരിയാണ് കേട്ടാ. കുറെ ദരിദ്രവാസികളുണ്ട്, നീ രേണുവിനെ വിട്ട് ജീവിക്കല്ലടാ, നീ രേണുവിനെ വിട്ട് ജീവിക്കല്ലടാ, പിന്നെ ഞാൻ രാവിലെ അവളെ പിടിച്ചോണ്ട് ചന്തയിൽ കൊണ്ടിരുത്ത്, എന്നിട്ട് വിൽക്കും, ലേലം ചെയ്യും, ബാ 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 ബാന്ന് ഇച്ചു പോടെ, അല്ലെങ്കിൽ ഇച്ചു പോടി. കുറെ എണ്ണം അങ്ങനെ ഉണ്ട്, നീ രേണുവിനെ വിറ്റല്ലടാ ജീവിക്കണ, കഞ്ഞി കുടിക്കണല്ലടാന്ന്. എടാ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് മാക്സിമം ഒരു 3 വർഷത്തിനകത്ത്, ഒരു 2.5 വർഷമേ വരൂ. അതിലൊരു 1 വർഷത്തിനകത്തേ വരത്തുള്ളൂ രേണു കണ്ടന്റ് എടുത്തിട്ട്. ഇതിനു മുന്നേ ഞാൻ ജീവിച്ചില്ലടാ, ജനിച്ചിട്ട് ഇത്ര വർഷമായിട്ട് ഞാൻ കഞ്ഞി കുടിച്ചില്ലടാ. അപ്പൊ ഇത്രയും വർഷം ഞാൻ എവിടെ നിന്നാണ് കഞ്ഞി കുടിച്ചത്? അന്ന് ഇതുപോലെ ഒന്ന് വീട്ടുകാർ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അവര് തിന്നാൻ തന്ന്, പിന്നെ നമ്മൾ നമ്മുടേതായ വഴികളിൽ നമ്മൾ ഓരോന്നൊക്കെ ചെയ്ത് തട്ടിയും മുട്ടിയൊക്കെ നമ്മളും കഞ്ഞി കുടിച്ച് ഇപ്പം വീണ്ടും കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് രേണുവിനെ വിറ്റ് കഞ്ഞി കുടിക്കണം എന്ന് പറയുമ്പം അതെന്നാ ചീഞ്ഞ വർത്താനല്ലടാ. അവളല്ലേ ഞാൻ എന്ത് ചെയ്ത്? അവളാണ് നാട്ടുകാരെ മൊത്തം വിഡ്ഢികളാക്കിയിട്ട് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഊളകളെ വിഡ്ഢികളാക്കിയിട്ട് അവളാണ് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നീയൊക്കെ മനസ്സിലാക്കുന്നില്ല. അതിനുള്ള കോമൺ സെൻസും ബോധവും നിനക്കൊക്കെ ഇല്ല. ഇനി ഇവളെ എന്തിനാണ് ഈ ഇനാഗുറേഷന് വിളിക്കുന്നതെന്ന് ഒരു ചോദ്യം മിക്ക ആൾക്കാർക്ക് ഉള്ളിൽ കാണും, ഇല്ലേ? ഉറപ്പായിട്ട് കാണും. എനിക്കും ആ ചോദ്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇവളെ ഇനാഗുറേഷന് വിളിക്കുന്നതിന്റെ മെയിൻ റീസൺ വേറെ ഒന്നുമല്ല, നെഗറ്റീവ് റീച്ച്. പക്ഷെ നെഗറ്റീവ് റീച്ച് എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നതെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. ഈ രേണുസുതിയെ വിളിക്കുമ്പോഴുള്ള ബെനിഫിറ്റ്, ഇപ്പൊ അവൾക്ക് കുറച്ച് പൈസ എന്തെങ്കിലും കൊടുത്തിട്ട് അവളെ വിളിക്കുന്ന സമയത്ത് ഇവള് സകലമാന ഓൺലൈൻ മീഡിയാസിനെ ഇവള് വിളിക്കും. ആര്? രേണുസുതി വിളിക്കും. അങ്ങനെ രേണു വിളിക്കുന്ന സകലമാന ഓൺലൈൻ മീഡിയാസും വരും. ഇപ്പൊ ഒരു 10 ചാനൽ അന്ന് കുറഞ്ഞത് വന്നെന്ന് വെച്ചോ. അങ്ങനെ ഈ 10 ചാനലും വന്നിട്ട് ഈ രേണു ഇനാഗുറേഷന് വന്ന സ്ഥാപനത്തിനെ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഫോക്കസ് ചെയ്ത് ഈ 10 ചാനൽ വഴി പുറത്തു പോകും. ഈ സാധനം ഔട്ടാവും. അങ്ങനെ ഈ വന്ന 10 ചാനൽ വഴി ഈ വീഡിയോ പുറത്തു പോകുന്ന സമയത്ത് അത് വേറെ ലെവലിൽ റീച്ച് പോകും. അത്രയും ജനങ്ങളിലേക്ക് എത്തും. അങ്ങനെ ഒരു ചെലവുമില്ലാണ്ട് ഈ പറയുന്നത് പോലെ ഓരോ സ്ഥാപനങ്ങൾ രേണുവിനെ വിളിച്ചു വരുത്തുന്നതിനോടൊപ്പം രേണുവിനെ തേടി വരുന്ന ഓൺലൈൻ മീഡിയാസിനെ രേണു വിളിച്ചു വരുത്തുന്നു. അങ്ങനെ അവരും കൂടി വന്ന് ഈ ഇനാഗുറേഷന് വിളിച്ചു വരുത്തുന്നവരാണ് സത്യം പറഞ്ഞാൽ അവിടെ വിജയിക്കുന്നത്. അവരെന്ത് ചെയ്യും? രേണുവിനെ വിളിച്ചു വരുത്തുന്നു, രേണു ബാക്കിയുള്ളവരെ വിളിച്ചു വരുത്തുന്നു. രേണുവിന് മാത്രമുള്ള പൈസ അവർക്ക് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഫ്രീ ആയിട്ട് വരുന്ന പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അതാണ് അവിടുത്തെ ഒരു സാധനം. ഇത് ഞാൻ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യമാണ് കേട്ടോ. ആരും പറഞ്ഞു തന്നില്ല, ഞാൻ തന്നെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചായിരുന്നു. ഇതെന്നാലും ഇത്രയും ഏറി കിടക്കണ, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഇതിനെയൊക്കെ വിളിച്ച് വരുത്തുന്നത് എന്തിനാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയത്. ഇതാണ് സംഭവം. അതായത് ഓസിനെന്ന് പറയാൻ പറ്റത്തില്ല, രേണുവിനെ പൈസ കൊടുത്ത് അവർ വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പൊ രേണു വിളിക്കുന്ന ബാക്കി അത്രയും മീഡിയ വരുമ്പോൾ അത്രയും ചാനൽ വഴി അവർക്ക് ഈ സ്ഥാപനത്തിന് ഫ്രീ പ്രൊമോഷനും പബ്ലിസിറ്റിയും കിട്ടുന്നുണ്ട്. അതാണ് ഇതിന്റെ ഉള്ളടക്കം. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അല്ലാണ്ട് ഇവിടെ കാര്യം ഉൾക്കാണതിന് വിളിക്കും. എന്തായാലും വിഷ്ണു അയച്ചിട്ടുള്ള പരാതി ഞാനൊന്ന് വായിക്കാം. സർ, എൻ്റെ പേര് വിഷ്ണുനാഥ്. കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ താരം രേണുസുതി ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിന്റെ ലിങ്ക് ചൂടെ ചേർക്കുന്നു. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇവർ ആദ്യം നമ്മുടെ ദേശീയ മുദ്രാവാക്യമായ വന്ദേ ഭാരതം എന്ന് തെറ്റായി പറയുന്നത് കാണാം. അത് കേട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ അത് തിരുത്തുന്നുമുണ്ട്. എന്നാൽ രേണു തുടർന്ന് നടത്തിയ പരാമർശത്തിൽ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി വന്ദേ മാതരം എന്ന മുദ്രാവാക്യത്തെ വന്ദേ മാരതം എന്ന് വികലമാക്കുന്നത് കാണാം. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി
കൂടിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുന്നു. ഇന്ന് ഇതിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഭാവിയിൽ കേവലം സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി പലരും ഇതുപോലെ നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെ മറ്റും അപമാനിക്കാൻ മുതിരും. അതിന് ഒരു പ്രിവെന്റീവ് ആക്ഷൻ എന്ന നിലയിൽ ഈ ഒരു വിഷയത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് വിഷ്ണു ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. ഞാൻ പിന്നെ കൊടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, വിട്ട് പോട്ട് എന്തേലും ചെയ്ത് ജീവിക്കട്ടെന്ന് വിചാരിച്ച്. പക്ഷെ ഇവക്കെതിരെ ഒരു പരാതി കൊടുത്തത് അനിവാര്യം തന്നെയാണ്. ഈ വിഷ്ണു പറഞ്ഞതുപോലെ നാളെ ഇതുപോലെ ഒരുപാട് രേണുകൾ ചിലപ്പോൾ വരും നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട്. ഇപ്പൊ രേണുവിനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ നാളെ ഒരുപാട് അപരാധികൾ ചിലപ്പോൾ മുന്നോട്ട് വന്നിട്ട് ഇതുപോലെ നമ്മുടെ രാജ്യത്തിനെ അപമാനിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കും. അന്ന് നടപടി എടുക്കില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി വരും. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷ്ണു പരാതി കൊടുത്തതും അതേ തുടർന്ന് നടപടി എടുത്തു കഴിഞ്ഞാൽ അത്രയും വലിയ കാര്യമാണ്. എന്തായാലും DGPക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ അയക്കാം എന്ന് വിചാരിച്ച കാര്യമൊന്നുമല്ല. ഞാൻ ആദ്യമേ എഴുതി തള്ളിയാണ്. വിവരമില്ല, ബുദ്ധിയില്ല, സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടില്ല, ബോധവുമില്ല, ഇങ്ങനത്തെ സാധനങ്ങൾക്കെതിരെ പരാതി കൊടുത്തിട്ട് എനിക്ക് വയ്യ. അത് തന്നെയാണ് എൻ്റെ സത്യം. ഇതിനൊന്നും പറഞ്ഞു നന്നാക്കുക കാര്യമില്ല. പിന്നെ വിഷ്ണു ഇതിനെതിരെ ഇനി എന്തായാലും കട്ടയ്ക്ക് ഇറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. നല്ല കാര്യം കേട്ടോ. ഒരു ബിഗ് സല്യൂട്ട് വിഷ്ണു. വോൾക്ക് വിത്ത് വിഷ്ണു എന്നാണ് വിഷ്ണുവിന്റെ ചാനലിന്റെ പേര്. നിങ്ങളൊക്കെ കാണാത്തവർ ഉണ്ടെങ്കിൽ വിഷ്ണുവിന്റെ ചാനലിൽ പോയിട്ട് ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വിഷ്ണു അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നല്ല കാര്യം. ഇതുപോലെ ഉള്ളതിനൊക്കെ ഒരു തിരിച്ചടി കിട്ടുന്നത് അനിവാര്യം തന്നെയാണ്. എന്തായാലും രേണു, നിന്റെ കുന്തളിപ്പ് സത്യം എല്ലാവരും കൂടെയൊക്കെ ചേർന്ന് ഇനി ഒരു 10 മെയിലൂടെ ഇത് പൊയ്ക്കഴിഞ്ഞാലേ രേണുവിന്റെ കാര്യത്തിൽ നല്ലപോലെ തീരുമാനമാവും. ഒരു 10-15 മെയിലും കൂടി പോയി കഴിഞ്ഞാൽ ഇവരിത് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രേണു പിന്നെ വ്ളോഗല്ലല്ല റീൽസ് അങ്ങ് ചെയ്യാം ജയിലിൽ. അതേ നടക്കത്തുള്ളൂ. ആ അവസ്ഥയിലോട്ട് എത്തും. നിന്റെ കുന്തളിപ്പിനുള്ളത് നിനക്ക് തന്നെ തിരിച്ചടി കിട്ടും. ഇതിപ്പം വിഷ്ണു മാത്രമാണ് ഇങ്ങനെ വീഡിയോ ചെയ്ത് അറിയിച്ചത് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്ന്. ഇനി ബാക്കി എത്ര പേര് അല്ലാണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. ആരെങ്കിലുമൊക്കെ ഒരു 10-15 പേര് ഇതേ സെയിം സാധനം മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ ആക്ഷൻ എടുക്കും. അതോടെ രേണു പിന്നെ ഇരുന്നിട്ട് രാജ്യത്തിനെ കളിയാക്കിയ രേണു രാജ്യദ്രോഹിയായി മാറും. എനിക്കൊന്നും പറയാനില്ല. എല്ലാം വരുത്തി വെച്ചതാണ്. ആയുഷ്മാൻ ഭവ. ഒന്നുമില്ലെങ്കിലും ആ ബിഷപ്പിന്റെ ശാപം നിന്റെ മൊത്തം കാണാതിരിക്കത്തില്ല. അതുകൊണ്ട് ഏതൊക്കെ വഴിയിൽ നിനക്ക് തിരിച്ചടി കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നുമില്ലെങ്കിൽ ആ വ്യക്തിയെ മാനസികമായിട്ട് നീ ഒരുപാട് തളർത്തി, ഒരുപാട് കരയിപ്പിച്ചു, ഒരുപാട് സങ്കടം ആ വ്യക്തി അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ ശാപം തലയിൽ കാണും. തലമുറയെ ബാധിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കും. എന്തായാലും നിന്റെ തലയിലുണ്ട്. അത് നീ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. ഏതൊക്കെ വഴി നിനക്ക് പണി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രേണുവിന്റെ വേറൊരു വീഡിയോ എടുക്കാം. കല്യാണ വീട്ടിലെ വീഡിയോ. രേണു, എന്താണ് ഈ ഒരു സെറ്റപ്പിൽ ഇപ്പം? കല്യാണ സെറ്റപ്പ് അല്ലേ? കല്യാണമാണോ? രേണുസുതിയുടെ കല്യാണ തലേന്ന് ക്യാപ്ഷൻ കൊടുത്തു. അടിപൊളി കല്യാണ സെറ്റപ്പ് അല്ലേ? രേണുസുതിയുടെ നിക്കാഹിന്റെ സെറ്റപ്പ്. ഉളുപ്പില്ലല്ലേ? രേണുസുതിയുടെ കല്യാണ തലേന്ന് രേണുസുതിയുടെ നിക്കാഹ് ക്യാപ്ഷൻ കൊടുത്തോ? എന്ത് വർഗോടാ ഇതൊക്കെ. ഇതെന്തുവാ ഇങ്ങനെ ഇരിക്കുന്നേ? നിക്കറ് വിട്ട് വന്ന് ഇരിക്കുകയാണ് ആളെ പറ്റിക്കാനായിട്ട്. കല്യാണ വീട്ടിൽ ഇപ്പൊ നിക്കറ് വിട്ടാടെ പോണ്. ഇനിയിപ്പോ പറയും ബോഡി ഷേമിങ്. ഇതൊന്നും ബോഡി ഷേമിങ് അല്ല. പിന്നെ ആരെങ്കിലും കല്യാണം ഇട്ട് നിക്കറ് വിട്ടോണ്ട് പോകും. തോന്നണേ വിവരമില്ലാത്ത സാധനങ്ങൾ തന്നെ കല്യാണ വീട്ടിൽ നിക്കറ് വിട്ടോണ്ട് പോയി. എന്തേലും കാട്ടിക്കൂട്ട അത് വിട്. അപ്പൊ രേണുസുതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തലേന്ന്, രേണുവിന്റെ കല്യാണത്തലേന്ന്, നിക്കാഹിന്റെ തലേന്ന് ഒന്നും പറയാനില്ലടേ. ഇനി രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുത്തായി ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണ അണ്ണാച്ചി വന്ന് രേണുക്ക് പെരിയ അണ്ണാ മാതിരി ഉണ്ട് പേസറ. ഒന്നും പറയാനില്ല. അണ്ണനെ അരിയും തിരിച്ചറിഞ്ഞു. അണ്ണൻ വന്നിട്ടുണ്ട് ഗാവ് കൂക്കി മക്കളെ വെറുതെ വഴിയാധാരമാക്കി ജയ് 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 ബോലോ എന്നൊക്കെ വരുന്ന വിളിക്കുന്നുണ്ട്. കാണാം. കാൽമോണികള. അപ്പൊ ഇന്നത്തെ വിഷയം രേണുസുതി തന്നെ. 7 ദിവസത്തിനുള്ളിൽ സജീന വിത്ത് രേണുസുതി വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ കൊടുത്ത വസ്തു തിരിച്ചു പിടിക്കുമെന്നാണ് ഇപ്പം നമ്മുടെ ബ്ലോഗർമാരെല്ലാം എടുത്തു പറയുന്ന ഒരു അവകാശം. 6.5 മാവെല്ലാം മാങ്ങ കിളിച്ചിട്ട് ആ മാങ്ങ പറിച്ചു മാറ്റിയില്ലെങ്കിൽ ആ മാവ് മൂടോടെ ഞാൻ വെട്ടിമാറ്റും എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പൊ 2 യത്തീമായ 2 മക്കൾക്ക് വന്നു ചേർന്നിരിക്കുന്ന അവസ്ഥ. സജീനയുടെ അക്കൗണ്ടിൽ സജീന വീഡിയോ ചെയ്തിട്ടില്ല. ആ കുഞ്ഞെന്ത് അപരാധങ്ങൾ ചെയ്ത് അല്ല ഈ യൂട്യൂബർമാരോട് ചോദിക്കുക. ആ കുഞ്ഞുങ്ങൾ എന്ത് അപരാധം ചെയ്തു അത് നിങ്ങൾ പറയണം. 2 യത്തീമായ മക്കൾക്ക് കിട്ടിയ അവകാശമാണ് നിങ്ങൾ മനഃപൂർവ്വം തട്ടിത്തെറിപ്പിച്ച് കളയുന്നതെന്ന് ആലോചിച്ചോണം. എന്തായാലും രേണുസുതിയും സജീനയും കൂടി ഇരുന്നുകൊണ്ട് ഒരു ലൈവിൽ ഇരുന്ന് ഒരു വാക്ക് പറഞ്ഞായിരുന്നു അച്ഛനെ പറ്റി. പക്ഷേ അത് പറയാൻ പറ്റാത്ത വാക്കായിരുന്നു. അത് രേണുസുതി പറഞ്ഞത് മോശമായെന്ന് തന്നെ ഞാൻ പറയും. എന്തായാലും ആ വാക്ക് രേണുവിന്റെ വായിന്ന വീണെങ്കിൽ ഇവിടുത്തെ സർവ്വ യൂട്യൂബർമാരും ആ വാക്കെടുത്തോണ്ട് പോയി
ചെണ്ട കൊട്ടി ആഘോഷിക്കുന്ന കാരണം അങ്ങ് ആഘോഷിച്ചത്. ആ മനുഷ്യന്റെ സ്ഥാനവും ആ മനുഷ്യനിട്ടിരിക്കുന്ന വസ്ത്രവും പോലും ഒന്ന് ബഹുമാനിക്കാതെ ആ ചന്നം പിന്നെ ആ വാക്കെടുത്തിട്ട് അങ്ങ് ഉപയോഗിക്കുമായിരുന്നു. അതിനിവിടെ ഒരു തെണ്ണവും ഇല്ല. ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ആ വസ്തു ഇരിക്കുന്നതാണ് ഇവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. എന്തായാലും അച്ഛന് നല്ലൊരു ബഹുമാനമുള്ള ആ ഒരു അച്ഛന്, നല്ല മനസ്സിന്റെ ഉടമയായ ആ അച്ഛൻ തിരിച്ചു കൊടുത്ത മുതൽ ആ അച്ഛൻ ഈ തെറ്റുകളെല്ലാം മനസ്സിലാക്കി തിരിച്ചു മേടിക്കുമോ ഇല്ലയോ എന്നൊന്നും എന്തായാലും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് ആ അച്ഛന്റെ മനസ്സാണ്. അതിനൊപ്പം തന്നെ ഫിറോസിക്കായും അതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിറോസിക്കായും തിരിച്ചു മേടിക്കുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം അവർ കൊടുത്തിരിക്കുന്ന രണ്ട് എത്തിയുമായ രണ്ട് മക്കൾക്കാണ്. അത് രേണുസുതിക്കോ സജീനായ്ക്കോ കൊടുത്ത മുതലല്ല, അത് തിരിച്ചു മേടിക്കാൻ. അവർക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ആ രണ്ട് മക്കൾക്ക് എന്നേക്കുമാക്കുള്ള ഒരു മുതൽക്കൂട്ടാണത്. രേണുസുതിക്ക് വേണമെന്ന് വെച്ചാൽ രേണുസുതി നാളെ ഒരു കല്യാണം കഴിച്ചാല് രേണുസുതിക്ക് പോയി. പക്ഷെ ആ മക്കൾക്ക് അതുകൊണ്ട് എന്താണ്, ആ മക്കൾക്ക് കൊടുത്ത മുതലാണ്. എന്തായാലും പറഞ്ഞ് അച്ഛനെ ഫിറോസിക്കായെ എല്ലാം പിന്തിരിപ്പിച്ച് ഈ രംഗത്തിറക്കി അവരെ എല്ലാം മോശപ്പെടുത്തുന്ന രീതിയിലാക്കിക്കൊണ്ട് രേണുസുതി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് മോശപ്പെടുത്തി അവരെ കണ്ട് വലിയ നേട്ടം കൈവരിച്ചോണ കാരണം എന്തായാലും അച്ഛൻ അത് തിരിച്ചു മേടിച്ചാൽ യവന്മാരുടെയൊക്കെ അണ്ണാക്കി വെല്ലുടി പൊട്ടിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. കാരണം ഇനി മേലെ യവന്മാരും ഈ വാക്ക് പറഞ്ഞുകൊണ്ട് വരത്തില്ലല്ലോ. എന്തായാലും അച്ഛന്റെ ഫിറോസിക്കാടെയൊക്കെ മനസ്സെന്താണെന്നൊന്നും നമുക്കറിയാമേ. എന്തായാലും ആ രണ്ട് മക്കൾ, ഒരു മക്കൾ അറിവുള്ള ഒരു മക്കൾ വന്ന് ഫിറോസിക്കായ്ക്ക് നല്ലൊരു മറുപടി, ഫിറോസിക്കായ്ക്ക് അനുകൂലമായ ഒരു മറുപടി തന്നെയാണ് എന്തായാലും ആ വളർന്ന ആ മകൻ തന്നത് തന്നെ. എന്തായാലും അത് ഫിറോസിക്കായ്ക്ക് മനസ്സിലായി കാണുമെന്ന് നമുക്ക് നല്ല വൃത്തിക്ക് അറിയാം. ഇനി എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബർമാരെല്ലാം ഒരു നോട്ടീസ് എടുത്ത് വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അത് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് നമുക്കറിയാൻ വയ്യ. കാരണം ഇതിന് അവകാശപ്പെട്ടവർക്കാർക്കും ഇതുവരെ ആ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല, ഇല്ലെങ്കിൽ കിട്ടിയിട്ടില്ല. അപ്പൊ ഇവർക്കൊക്കെ ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിനും അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. ഈ ചിലപ്പം ഇവർക്ക് എവിടുന്നേലൊക്കെ കിട്ടിയതാണോ എന്ന് ആർക്കറിയാം. എന്തായാലും അപ്പൊ നമ്മുടെ അണ്ണൻ പറയുന്നത് വെച്ചിട്ട് അണ്ണൻ്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ രേണു എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം രേണുവിൻ്റെ സുഹൃത്തുക്കളും ചേർന്നിട്ട് ഈ ബിഷപ്പിനെ ഫിറോസ് ബായിയൊക്കെ വലിച്ചു കയറി ഒട്ടിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് അണ്ണൻ എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ അണ്ണൻ പറഞ്ഞതുപോലെ ബിഷപ്പിന് ഈ വീട് തിരിച്ചെടുത്തിട്ടോ വസ്തു തിരിച്ചെടുത്തിട്ടോ ഒന്നും നേദിക്കാനില്ല. ഈ സാധനങ്ങളുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കണം, ആ അഹങ്കാരം ഇല്ലാണ്ടാക്കണം. എന്തിന് ആ വ്യക്തി അത്രയും സമൂഹ മാധ്യമങ്ങളിലിട്ട് വലിച്ചു കയറി പിച്ച് ചിന്തി അതിന് ഒരു കണക്കെങ്കിലും ചോദിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് അതിൻ്റെയൊക്കെ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബിഷപ്പ് ഈ കളി കളിച്ചത്. ഇനി സജിന എന്ന് പറയുന്നവള് എന്തൊക്കെ അപരാധങ്ങളാണ് ബിഷപ്പിനെ പറ്റിയിട്ട് പറഞ്ഞതെന്ന് അണ്ണൻ അറിയാവോ? അപ്പൊ അണ്ണൻ പറയും അതിന് അവർക്കൊന്നല്ലല്ലോ വീഡിയോ എടുത്ത കുട്ടികൾക്കല്ലേ എന്ന്. ബിഷപ്പ് ഈ വീഡിയോ എടുത്തോണ്ട് പോകാനൊന്നും പോകുന്നില്ല, അത് നമുക്ക് നേരത്തെ അറിയാം. പിന്നെ അഹങ്കാരത്തിനൊരു തിരിച്ചടി കിട്ടണം, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ബിഷപ്പ് സംസാരിച്ചിട്ടുള്ളത് കേട്ടാ. അല്ലാണ്ട് ബിഷപ്പിന് ഇതെടുത്തിട്ട് ജയ് എന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അണ്ണ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാ കൊള്ളാം. അണ്ണ വലിയ ഓരോട്ടായിട്ട് അങ്ങ് പ്രസംഗിക്കണം രേണുവിന് സപ്പോർട്ടായിട്ട്. അണ്ണ കൊള്ളാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഷപ്പും ആരും ഇത് തിരിച്ചെടുക്കാൻ പോകുന്നില്ല. പക്ഷെ അഹങ്കാരങ്ങൾ കുറയ്ക്കണം, കുറച്ചില്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചെടുക്കും. അങ്ങനെ ബിഷപ്പ് പറയേണ്ട രീതിക്ക് കാര്യങ്ങൾ പേപ്പർ നോട്ടീസ് അയക്കേണ്ട രീതിക്ക് അയച്ചപ്പോൾ വരേണ്ടവർ വന്ന് മാപ്പും പറഞ്ഞിട്ട് പോയി. അണ്ണ അറിഞ്ഞായിരുന്ന അതുണ്ടാകും. ആ മാപ്പ് അവളുമാർ പറയണമെങ്കിൽ അവളുമാർ അത്രയും ദിവസം ബിഷപ്പിനെ പറ്റിയിട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റെന്ന് സമ്മതിച്ചിട്ടല്ലേ ആ മാപ്പ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. ആലോചിക്കുക. റീച്ചിന് വേണ്ടിയിട്ടും രേണുവിന്റെ ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ടും സജിന അടക്കം വന്ന് പറഞ്ഞിട്ടുള്ള പച്ച കള്ളങ്ങളെല്ലാം കള്ളമാണെന്ന് സമ്മതിച്ചുകൊണ്ട് നല്ല ഒന്നാം തരം കളി മാപ്പായിട്ട് വന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അറിയാം ബിഷപ്പിന്റെ അടുത്ത് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൂടത്തില്ല, ബിഷപ്പ് 8ന്റെ പണി കൊടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നൈസായിട്ട് വന്ന് മാപ്പും പറഞ്ഞു പോയി. പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം. ഈ സജിനയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയുടെ കാര്യങ്ങളും ആ കണ്ടന്റൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സജിന ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഷപ്പ് എത്രക്കാരനാണെന്ന് നമുക്കറിയാം, ബിഷപ്പിന്റെ ഞെട്ടിക്കുന്ന വോയിസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് സജിന ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ ഗീരവിത്ത് അവളുടെ കയ്യിലുള്ള ഒരു തേങ്ങയുമില്ല. വെറുതെ ഒരു ആരോപണം ഇട്ട് ബിഷപ്പ് വൃത്തികെട്ടവനാണെന്നുള്ള രീതിയിൽ പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് സജിന ചെയ്തിട്ടുള്ളത്. അതേ ഒരു പരിപാടിയാണ് ഇപ്പൊ രേണു ഫിറോസ് ബായിയെ പറ്റിയിട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഫിറോസ് ബായി തന്നോട് എന്തോ മോശമായിട്ട് പെരുമാറി അല്ലെങ്കിൽ മറ്റേ രീതിയിൽ പെരുമാറി എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഫിറോസ് ബായിയെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കുന്ന രീതിയിലുള്ള സംസാരമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ രേണു സംസാരിച്ചു വെച്ചിട്ടുള്ളത്. ഫിറോസ് എന്റെ കൂടെ എങ്ങനെയായിരുന്നു എനിക്കറിയാം, എൻ്റെ കയ്യിൽ ചാറ്റുണ്ട്. ഇങ്ങനെ ഒരു സാധനം പറയുമ്പോൾ ആൾക്കാർ ഏത് മറ്റേ രീതി ചിന്തിക്കും, അതിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുത്ത്. അതാണ് രേണു ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഇവളുമാരെല്ലാം പഠിച്ച കള്ളികളാണ്, എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. ഏതെടുത്താലും 150 രൂപ, ആ സെറ്റപ്പാണ്. ഒന്നിനൊന്നിനും മെച്ചം, ഒറ്റ എണ്ണത്തിന് അടുപ്പിക്കരുത്, കുളം മുടിച്ചിട്ട് പോകും. അമ്മാതിരി ടീമുകളാണ്. ഇനി ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം. ഇന്ന് കണ്ടതാണ് കേട്ടോ, കണ്ടപ്പോ ചിരി വന്ന് ദാസേട്ടൻ ഗോളിക്കോട് എത്തിയിട്ടുണ്ട്.
ഐ. അയ്യോ. ആരടാ ഇടയ്ക്ക് BGM കയറ്റിയത്? ആരടാ? ശ്ശെ. BGM കയറ്റി ഇട്ടുണ്ട് പോണ്. അപ്പൊ ഇതൊക്കെയാണ് രേണു. ഇനി ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം. രേണുവിന്റെ ന്യൂ അപ്ഡേഷൻ ചുമ്മാ ഇത് കഴിയുമ്പോൾ ദാസേട്ടൻ കോളിക്കോടിനെയും കൂടി കണ്ടപ്പോൾ എടുത്തിട കയറ്റി വിട്ടെന്നേ ഉള്ളൂ. ഒരു കമന്റ് വായിക്കാം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരാൾ അയച്ചു തന്നാണ്. അതിൽ ഇതിനെതിരെ നീ പ്രതികരിക്കണമെന്ന്. ഞാൻ പ്രതികരിക്കാൻ വേണ്ടി എടുത്തു വെച്ച് വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല. നോക്കാം. കോമളം ഇയം. ആരാണ്? കൊമളവല്ലി അടിപൊളി കാമുകവല്ലി നിന്നെ കട്ടെടുത്തന കണ്ണെടുക്കണ കാണാണു നീ. അപ്പൊ കോമള ചേച്ചിയുടെ കമന്റ് നമുക്കൊന്ന് വായിക്കാം. നീ ഇങ്ങനെ നാട്ടു നീട്ടിയ നാക്കിന്റെ തുമ്പ്. നീ ഇങ്ങനെ നാട്ടു നീട്ടിയ നാക്കിന്റെ തുമ്പ്. വാവ്, വാട്ട് എ റൈമിംഗ് വേർഡ്. നാട്ടു നീട്ടിയ നാക്കിന്റെ തുമ്പ്. നന്ന 3 നാണ്ടേട്ടാ. നാട്ടു നീട്ടിയ നാക്ക്. 6 നാക്ക് മുക്ക്. അതുപോലത്തെ കമന്റ് ആണെന്ന് തോന്നുന്നു. കലിപ്പി. അത് കലിപ്പി. ഓ, തുമ്പ് കലിപ്പി. കലിപ്പിനും കന്തരിയാണോ? നീ ഇങ്ങനെ നാട്ടു നീട്ടിയ നാക്കിന്റെ തുമ്പ് കലിപ്പി കടിച്ചു തിന്നടാ മോനെ അതുലേ. ഓ, സ്നേഹത്തോടെ മോനെ എന്നായിരുന്നു എന്നെ വിളിച്ചത്. ഞാൻ എന്തോ എന്ന് വിചാരിച്ചു. പക്ഷെ മനസ്സിലായില്ല. നീ ഇങ്ങനെ നാട്ടു നീട്ടിയ നാക്കിന്റെ തുമ്പ് കലിപ്പി കടിച്ചു തിന്നടാ മോനെ അതുലേ. ഇനി അത് അവളെ കുടിക്കുന്നതാണെന്ന് പറഞ്ഞേക്കല്ലേ. അതിൻ്റെ വേറൊരു ഭാഗമുണ്ട്. കുടിക്കുന്നതൊന്നു പച്ചവെള്ളം കുടിച്ചു കാണിച്ച് അഭിനയിക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന് ഉത്തരമായിട്ടാണ് ശരിക്കും ഇത് അഭിനയിക്കുന്നത്. ഒരു ഭാഗത്തേക്ക് അങ്ങ് ചാടിപ്പോകുന്നത് രേണുവിനെ കാണുമ്പോൾ. എൻ്റെ കോമളം ചേച്ചി, എനിക്ക് ഒരു തേങ്ങയും മനസ്സിലായിട്ടില്ല. അമ്മച്ചിയാണോ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ വോയിസ് ആയിട്ടിട്. അല്ലാതെ നീ ഇങ്ങനെ നാട്ടു നീട്ടിയ മൂക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാനാണ്? നാട്ടു നീട്ടിയ നാക്ക്. നണ്ണ എന്ത് തേങ്ങ എന്തോ കോമളം ചേച്ചിയൊക്കെ. വയസ്സാങ്കാലത്ത് ചേച്ചിക്ക് പോയി കിടന്ന് ഉറങ്ങാൻ വയ്യ. വന്നിരുന്ന് കോമളം ചേച്ചി ചീത്ത വിളിക്കണത് നേരെ വിളിക്കും. എന്നെ മോനേന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത് മാത്രം ഞാൻ കണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. നീ നാട്ടു നീട്ടിയ നാക്കിന്റെ മൂക്ക്. എന്ത് തേങ്ങ എന്താ. എന്തായാലും ഇതൊക്കെയാണ് അപ്ഡേഷൻ. രേണുവിനെതിരെ വിഷ്ണു എന്ന് പറയുന്ന ഒരു ബ്രോ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അപ്ഡേഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്തായിരിക്കും. പുതിയൊരു വീഡിയോ. ബൈ.